ക്രൂരനായ അയൽക്കാരന്റെ വാർത്തയിലേക്കാണ്. ഇടക്കൊച്ചിയിൽ വാഹനത്തിന് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിൽ മർദ്ദനമേറ്റ ഓട്ടോ തൊഴിലാളി ചികിത്സയിലിരിക്കെ മരിച്ചു. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഇടക്കൊച്ചി പഴയക്കാട് വീട്ടിൽ ജോയിയാണ് കൊല്ലപ്പെട്ടത്. ജോയിയെ മർദ്ദിച്ച അയൽവാസിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജൂൺ 4-നാണ് സംഭവം. ഇടക്കൊച്ചി കണ്ണങ്കാട്ട് പാലത്തിന് സമീപമുള്ള ഇടവഴിയിലൂടെ ഓട്ടോറിക്ഷ ഓടിച്ചു വരികയായിരുന്നു ജോസ്. ഇതിനിടയിലാണ് അയൽവാസിയായ ബൈക്ക് യാത്രികനെത്തി ഓട്ടോ തടഞ്ഞത്. വാഹനത്തിന് സൈഡ് നൽകിയില്ലെന്ന് ആരോപിച്ച് ജോസുമായി തർക്കിച്ചു. പിന്നാലെ തള്ളി നിലത്തിട്ടെന്നുമാണ് എഫ്ഐആർ. തല കോൺക്രീറ്റ് സ്ലാബിൽ ഇടിച്ചതിനെ തുടർന്ന് ബോധം നഷ്ടമായ ജോസിനെ അക്രമി സ്വന്തം വീട്ടിൽ കിടത്തി. അന്വേഷിച്ചെത്തിയ ബന്ധുക്കളോട് മദ്യപിച്ച് നിലത്തു വീണതാണെന്ന് പറഞ്ഞു. 9 മണിയോടെ ജോസ് ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ട പശ്ചാത്തലത്തിലാണ് കുടുംബം ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോൾ ഞങ്ങൾ ജോബി എന്നിട്ട് ഒരു സോഡ വാങ്ങിച്ച് കൊടുത്ത് മുഖത്ത് കുറച്ച് അടിച്ചു നോക്കാം, വല്ല കുടിച്ചിട്ടുണ്ടെങ്കിൽ എഴുന്നേറ്റ് വരുമല്ലോ എന്ന് കൊടുത്ത് വെള്ളം കളിക്കാൻ പോയപ്പോൾ ഈ ഉന്തിയ കക്ഷി ഇരുന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഒന്നും ചെയ്യണ്ട, ഞാൻ വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ടവൻ, ആ ചേട്ടൻ ഞാൻ വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഞങ്ങൾ പറയും ഞാൻ പിന്നെ അത് പറയുമ്പോൾ ഞങ്ങളവിടെ നിന്ന്. അപ്പോൾ കള്ളു കുടിച്ചിട്ടുണ്ട് അദ്ദേഹം. കള്ളു കുടിച്ചാൽ കാരണം കുറച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റ് പൊക്കോളൂ എന്ന് പറയും. അപ്പോൾ നമ്മൾ ശരിയായിരിക്കുമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ വൈഫും പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ വിളിച്ചു വീട്ടിലോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളോടത്ത് ചിലപ്പോൾ മദ്യപിച്ചിട്ടുണ്ട്. ഇവർ തല്ല് പിടിച്ചവർ നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹമാണ് ഉന്തിയിട്ടത്. ഇദ്ദേഹം സമ്മതിച്ചില്ല. ഇന്ന് രാവിലെ 5:30-ഓടെ ജോസിന്റെ മരണം സ്ഥിരീകരിച്ചു. തലക്കേറ്റ പരിക്കാണ് മരണകാരണം. ജോസിനെ തള്ളിയിട്ട ബൈക്ക് യാത്രികനെ പള്ളുരുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 24 കൊച്ചി.